ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്നേഹത്തിൻ്റെ വീഡിയോ പറയാം. സ്നേഹം എങ്ങനെയാണെന്ന്. സ്നേഹമാണോ പൈസയാണോ വലുത് തല്ലിക്കൊണ്ടുള്ള വീഡിയോ നോക്കാം. എനിക്ക് ഈ തുമ്മൽ വരുന്നത് ഞാൻ ആദ്യം ഇഷ്ടംപോലെ വീഡിയോ വലിക്കുമായിരുന്നു. 3 കെട്ട് വീടി, 2 പാക്കറ്റ് സിസർ. ഞാൻ വലിക്കുന്ന കാലത്ത് സിസറിനൊക്കെ 40 പൈസ ഒരു സിസറിനൊക്കെ ഉള്ളൂ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് വിലയൊന്നുമില്ലായിരുന്നു. 3 കെട്ട് വീടി വേണം. അത് നിർത്തി കഴിഞ്ഞപ്പം എനിക്ക് ശ്വാസം മുട്ടൽ പോലെയാണ്. അത് ആദ്യം ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു. കയറ്റമൊക്കെ ഞാൻ വലിച്ചു ഭയങ്കര സ്പീഡിൽ കയറും. അത് നിർത്തി കഴിഞ്ഞപ്പോൾ മദ്യപാനം, സിഗരറ്റ് വലി, മയക്കുമരുന്ന് ഇതൊക്കെ നിർത്തുവാണെങ്കിൽ നല്ലതാണ്. അതെല്ലാം പോട്ടെ, ഇനി ശരിക്കുള്ള ടാർഗറ്റിലേക്ക് വരാം. UP നടന്ന സംഭവം. UP മുസ്ലിംസിൻ്റെ കുടുംബമാണ്. അന്നൊക്കെ എന്നിട്ട് 18 വയസ്സിലൊക്കെ കല്യാണം കഴിക്കാം ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് ഒരു 17 വയസ്സ് 16 വയസ്സ് അപ്പോൾ കല്യാണം കഴിക്കാം. അവർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മക്കളെ ഉണ്ടാക്കുന്നവരാണ്. ഇവിടുത്തെ പോലെ പ്രസവം നിർത്തലില്ല. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഉണ്ടാക്കി അങ്ങ് വിടല. അപ്പോൾ ഈ മക്കളെ ഉണ്ടാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ 18 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 19 വയസ്സിൽ ഇവനൊരു കൊച്ചുണ്ടാവും. പെണ്ണിന് 18 വയസ്സാവുമ്പോൾ അവൾ പ്രസവിക്കും. അവനൊരു 38 വയസ്സാകുമ്പോഴത്തേക്കും അവൻ്റെ അത്രയുള്ള പ്രായം. അങ്ങനെ കുറേ മക്കളുണ്ടാവും. അങ്ങനെ 20 ഒരു ഇദ്ദേഹത്തിന് 55 വയസ്സായി, പേരക്കുട്ടികളായി. 55 വയസ്സിൽ മക്കളായി. UP-കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, UP-യിലെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മലയാളീസിൻ്റെ ദേഷ്യമാണ് കേട്ടോ. അത് പണ്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മലയാളികളെ ഭയങ്കര ദേഷ്യമാണ്. മലയാളി ആണുങ്ങളെ ദേഷ്യമുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളി ആണുങ്ങൾ നല്ല സുന്ദരന്മാരാണ്. UP-കാരുടെ ആണുങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെപ്പോഴും ഈ പാൻ ഫ്രാക്കൊക്കെ ഇട്ട്, അത് നമ്മളെ കണക്ക് തന്നെ, ഇപ്പോൾ പാൻ ഫ്രാക്കൊക്കെ ഇട്ട് പല്ലൊക്കെ വല്ലാത്ത ഒരു സൈസ് കറുപ്പ്. ഈ പാൻ ഫ്രാക്ക് ഇവിടെ വയ്ക്കും, മുറുക്കാൻ മുറിക്കും. ആർക്കെങ്കിലും നമ്മളൊരാളടുത്ത് വർത്തമാനം പറയുവാണെങ്കിൽ അയാളുടെ പല്ല് ക്ലിയർ ഇല്ലെങ്കിൽ നമ്മൾ മുഖത്ത് നോക്കാൻ ഒരു മടിയായിരിക്കും. ഇത് തുപ്പിക്കൊണ്ടിരിക്കും. അതാണ് UP-കാർ. പക്ഷെ അവർ എന്നാലും ഭർത്താക്കന്മാർക്ക് നല്ല സ്നേഹമുള്ളവരാണ് പെണ്ണുങ്ങൾ. അവരെ ഭർത്താക്കന്മാർക്ക് നല്ല സ്നേഹമുള്ളവർ, നല്ല ഭക്ഷണങ്ങളുണ്ടാക്കി കൊടുക്കും. അവരെ ഇഷ്ടമുള്ള ഭക്ഷണം. ഇവിടുത്തെ മലയാളികളെ പോലെയല്ല, മുസ്ലിമുകളാണ്. അവർ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ രാവിലെ അതിൻ്റെ കംപ്ലൈൻറ്റ് പറയുള്ളൂ. ഇന്ന കറി ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു, ഇച്ചിരി വേവ് കുറവായിരുന്നു. ജോലിക്ക് പോകാൻ നേരത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വാലിക്കും അസ്സലാം, ഇത്രയും തീർന്നു പോകും. അങ്ങനെ ഇയാൾക്ക് പേരക്കുട്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ ആയി. പേരക്കുട്ടികൾ ഡെയിലി വന്നിട്ട് ഉമ്മ വെക്കണം. പേരക്കുട്ടികളെ കൊണ്ടുവിടല്ല. പേരക്കുട്ടികളില്ലെങ്കിൽ ജീവിതമില്ല. ഒരു പേരക്കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം സങ്കടപ്പെടുമായിരുന്നു. അതിനെ കൊണ്ട് മരുന്ന് വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ പേരക്കുട്ടികൾ, മക്കൾ. എല്ലാം കൂടി 12 മക്കളാണ് അദ്ദേഹത്തിന്. അത് 7-8 ആണുങ്ങളും ബാക്കി പെണ്ണുങ്ങളും. അങ്ങനെയുണ്ട്. മക്കളായി. നല്ല സ്നേഹമുള്ള കുടുംബമായിരുന്നു, സന്തോഷ കുടുംബം. അപ്പം ഇയാൾ 56ാമത്തെ വയസ്സിൽ ഒരു JCB വാങ്ങിക്കുകയാണ്. JCB വാങ്ങിച്ചു. ഭയങ്കര വർക്കായി. JCB വർക്കാണ്, നല്ല വർക്കായിരുന്നു. അന്ന് ആദ്യമായിട്ട് അയാളെ വാങ്ങിച്ചത്. അപ്പം നോക്കുമ്പോൾ 10-20 പേരുടെ പണി ഒന്നിച്ചെടുക്കുന്നത് തീർന്നു. അപ്പം JCB നല്ല റണ്ണിങ് ആയപ്പോൾ ഒരു 60 വയസ്സായപ്പോൾ ഇയാൾ അസുഖമായിട്ട് ഒരു ചെറിയൊരു നെഞ്ചുവേദന എടുത്തിട്ട് ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്.
ആശുപത്രിയിൽ കിടന്നിട്ട് പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. അസുഖം വന്നിട്ട് ഇതിനൊക്കെ ഒരു തളർന്ന അസുഖമായിരുന്നു. അപ്പോൾ പറയാൻ പറ്റാത്ത സ്ഥലത്തെല്ലാം ട്യൂബ് കയറ്റിയിരിക്കുക, മൂക്കിൽ കൂടി ട്യൂബ് കയറ്റിയിരിക്കുക, ഇവിടെയും ട്യൂബ് കയറ്റിയിരിക്കുക. 2 ദിവസമായി 3 ദിവസമായി മക്കൾ ഇങ്ങനെ ജനലിലേക്ക് വന്ന് നോക്കും. മക്കൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇയാൾക്ക് ടെൻഷനാണ് മക്കൾ സംസാരിക്കാഞ്ഞിട്ട്. അങ്ങനെ 4ാമത്തെ ദിവസമായപ്പം ഈ കയ്യിലെ ട്യൂബ് ഊരി സമാധാനമൊക്കെയായി. മൂത്ത മോൻ വന്ന് അവിടെ നിൽക്കുവാണ്. മൂത്ത മോൻ അവിടെ വാതിക്ക് വന്ന് നിൽക്കുവാണ്. വർത്തമാനം പറയാൻ പറ്റില്ല, മൂക്കിൽ കൂടി ഇതുണ്ട്. മൂത്ത മോൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെ ചോദിക്കുന്നത്, JCBക്ക് പണിയുണ്ടോ എന്ന്. അന്നേരം അദ്ദേഹം ചോദിച്ചത് മക്കളെ എവിടെ, നിങ്ങൾക്ക് സുഖമുണ്ടോന്നല്ല ചോദിച്ചത്. ഇങ്ങനെ കാണിക്കുക. JCBക്ക് പണിയുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പൈസ എവിടെ? JCB ആണ് വലുതെന്ന് അദ്ദേഹത്തിന്. മക്കളെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറക്കമില്ലായിരുന്നു. അദ്ദേഹം ആദ്യം ചോദിച്ചത് വെത്തട്ടെ, JCBക്ക് പണിയുണ്ടോന്നാണ്. കാരണം ചോദിക്കുന്നത് എങ്ങനെ കേട്ടെ. അപ്പം മോന് മനസ്സിലായി, മൂത്ത മോന് മനസ്സിലായി. ഇങ്ങനെ കാണിച്ചു, നല്ല പണിയാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനമായി. അല്ലെങ്കിൽ വേറെ എന്നല്ല, പുള്ളി തട്ടിപ്പോവും. അപ്പോൾ പൈസ അല്ല, സ്നേഹമല്ല ടാർഗറ്റ്, പൈസയാണ്. പറഞ്ഞ മനസ്സിലുണ്ടോ? പണമാണ് വലുത്. പണം ഉണ്ടെങ്കിൽ എല്ലായിടത്തും വിലയാണ്, ഇല്ലെങ്കിലോ പുല്ല് മാഫി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പൈസ അല്ലെങ്കിൽ ഇല്ല. പേരക്കുട്ടികളല്ല അദ്ദേഹം അന്വേഷിച്ചത്, JCBനെ അന്വേഷിച്ചത്. ആ മൂത്ത മോൻ ചത്തുപോകണ്ടെന്ന്, അയാൾ ചത്തുപോകണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, നല്ല തിരക്കാണെന്ന്. പറഞ്ഞോ. ഇതാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണേ.